പെട്ടെന്ന് കൊണ്ട് എനിക്ക് ട്രെയിനിന് എന്തോ പിന്നിലേക്കൊരു വലിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ വണ്ടി ഞാൻ നിർത്തി. പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ സ്മാഷ് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല ഉയരത്തിൽ പൊന്തിട്ട് ഈ പൈപ്പിൻ്റെ മുകളിൽ ചെന്ന് വീഴായിരുന്നു. അപ്പോൾ ഒരു ബോഗി, ബാക്കിയുള്ള ബോഗിയൊക്കെ വെള്ളത്തിലും. ബോഗിൻ്റെ ഉള്ളോട്ട് ആരും പോണില്ല, കാരണം ഡോറിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടക്കരിച്ച. ഈ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാർട്സും താറുമാറായിട്ട് പൊടിഞ്ഞ്, നമ്മളൊരു മിക്സിയിൽ എന്തെങ്കിലും ഇട്ട് അടിച്ചാൽ പോലെയുള്ള എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക. ഒരു ഡോറ് ഞങ്ങൾ ചവിട്ടി ഉള്ളോട്ട് നോക്കിയപ്പോൾ ഒരു കൈ, വിരലില്ലാത്ത ഒരു കൈയാണ് പുറത്തേക്ക് വന്നത്. കോഴിക്കോട് വന്നു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കടലുണ്ടി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ 50 കിലോമീറ്റർ സ്പീഡാണ്. കടലുണ്ടി സ്റ്റേഷനിൽ 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ 50 കിലോമീറ്റർ സ്പീഡ് ഞാൻ അഡിയർ ചെയ്തിട്ട് രണ്ടാമത്തെ പാലം കഴിഞ്ഞിട്ട് ഞാൻ സ്പീഡ് പിക്കപ്പ് ചെയ്തു. സ്പീഡ് പിക്കപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് കൊണ്ട് എനിക്ക് ട്രെയിനിന് എന്തോ പിന്നിലേക്കൊരു വലിക്കുന്നത് പോലെ തോന്നി. നോക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കി മീറ്റർ ഉണ്ട്, ആ ഇതായിപ്പോയി. അപ്പോൾ വണ്ടി ഞാൻ നിർത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടി 12 എൻജിനും 12 ബോഗി ഉണ്ടായിരുന്നു. പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ സ്മാഷ് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗാർഡിനെ വിളിച്ചു, ബാക്കി ടോക്കിൽ ഗാർഡിനെ വിളിച്ചു. പക്ഷേ ഗാർഡിനോ യാതൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നേരെ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷൻ മാഷിനെ വിളിച്ചു. കാരണം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേഷൻ മാഷ് ശ്രദ്ധിക്കാറില്ല, വണ്ടി പോയി കഴിഞ്ഞില്ലേ. മാഷെ വിളിച്ച്, മാഷെ എങ്ങനെ സംഭവം ഉണ്ടല്ലോ പറഞ്ഞു. മാഷ് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 2 ബോഗി മദ്രാസ് ബാംഗ്ലൂർ പോകാൻ 2 ബോഗി ട്രാക്കിൻ്റെ മേലെയുണ്ട്. മറ്റുള്ള വണ്ടിയിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഗാർഡ് അടക്കം ട്രാക്കിൽ വെള്ളത്തിൽ പോകുന്നു. അപ്പോൾ അറിയിക്കേണ്ട ആൾക്കാരൊക്കെ അറിയിച്ചു. അപ്പോൾ സ്റ്റേഷൻ മാഷിനെ വേണ്ടപ്പോഴൊക്കെ ഒലോക്കോട് ഡിവിഷൻ ഓഫീസിലേക്ക് അറിയിക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റേഷൻ മാഷിനൊക്കെ അറിയിച്ചു. ഞാൻ വണ്ടിക്കകത്തായിരുന്നു. ഞാൻ എന്ത് ചെയ്തറിയുമോ, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വണ്ടി വരുന്ന സമയത്ത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റിനെ അയച്ചിട്ട് ഞാൻ പോയി ട്രാക്കിൽ കൊണ്ടുപോയിട്ട് ഡെറ്റനേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഞാൻ വെപ്പിച്ചു. ഇപ്പം എന്താ വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അറിയാം, ഓപ്പോസിറ്റിൽ വരുന്ന ഡ്രൈവർക്ക് അറിയാം എന്തോ ആക്സിഡൻ്റ് ആയിട്ട് നിന്ന്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ഞാനങ്ങനെ വണ്ടിക്കകത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ അതിനകത്ത് ADRM ഉണ്ടായിരുന്നു. ADRM ഉണ്ടായിരുന്നു. ഞാൻ പോയി ADRMനെ പോയി കണ്ടു. അപ്പോൾ അതിങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടെന്ന്. ശരി നിങ്ങൾ പോയിക്കോളുന്നു. ഞാൻ എഞ്ചിനിൽ പോയിട്ട് ഞാനിരുന്നു. അപ്പോൾ 10 മണി കഴിഞ്ഞ ശേഷം റിമൈനിങ് പോർഷൻ 12 ബോഗിയും കൊണ്ട് ഞാൻ ഷൊർണൂർക്ക് വന്നു. സാധാരണഗതി ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈവറെ അവർ യൂട്ടിലൈസ് ചെയ്യില്ല, അവരെ ഇറക്കിയിട്ട് വേറെ ഡ്രൈവറെ കയറ്റുക. പക്ഷേ ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ വർക്ക് ചെയ്യട്ടോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ വർക്ക് ചെയ്ത് ഷൊർണൂർ വന്ന് 12 മണിക്ക് എത്തി. ഷൊർണൂർ വന്ന് ഔട്ട് ഗോയിങ് ഡ്രൈവറെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. മദ്രാസ് പോകുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ 12 ബോഗി കൊണ്ട് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ വന്നു. അപ്പോൾ വീട്ടിൽ പ്ലാറ്റ്ഫോമിൽ വൈഫും മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ, എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് നേരെ മെഡിക്കൽ എക്സാമിനേഷന് പോയി, റെയിൽവേ ഹോസ്പിറ്റലിൽ. അവിടെ പോയി ഞാൻ സ്മോക്കിങ് മറ്റേതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് റെയിൽവേ ഹോസ്പിറ്റലിൽ അവിടെ പോയി ഒരു കുഴപ്പമില്ല, എനിക്ക് ഒന്നുമില്ല. അത് കഴിഞ്ഞ് എൻക്വയറിക്ക് കോഴിക്കോട് എൻക്വയറി ഉണ്ടായിരുന്നു. എൻക്വയറിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് യാതൊരു ഫോൾട്ട്, എൻ്റെ ചാർട്ടിലൊക്കെ സ്പീഡ് വളരെ കറക്റ്റാണ്. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ നമ്പർ എഴുതി, ഡ്രൈവറെ പേരെഴുതി, അവിടെ ഡിസ്പാച്ച് ചെയ്യുന്ന സ്പീഡോമീറ്ററിൽ ചാർട്ട് വെക്കൽ പതിവുണ്ട് അല്ലേ. അത് അവിടെ വന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ ഡിപ്പോയിൽ കൊടുക്കും. അങ്ങനെ. അപ്പോൾ ചാർട്ടിൽ ഞാൻ 63 കിലോമീറ്റർ ഇടും ചാർട്ടിൽ സ്പീഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എൻക്വയറി കഴിഞ്ഞ് ഞാൻ 2 മാസം ലീവ് എടുത്തു. ഞങ്ങൾ യാത്ര പോവാണ്. ഞാൻ മദ്രാസിൽ പർച്ചേസിങ്ങിന് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് സജീർ, ഞാനും അവനും കൂടി പിന്നെ കോഴിക്കോട് നിന്ന് കയറി. അന്ന് ജീവിതത്തിൽ പറ്റിയൊരു ചെറിയൊരു അബദ്ധം എൻ്റെ ജീവൻ വരെ രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാരണമായി. കാരണം ഞാൻ സീറ്റ് നമ്പർ പ്രകാരമല്ല ഇരുന്നത്, ഞാൻ സീറ്റ് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നത്. അപ്പോൾ എൻ്റെ സീറ്റിൽ ശരിക്കും 2 ഹിന്ദിക്കാരായിരുന്നു. അവർ ഫറൂഖ് എന്നാണ് കയറിയത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് എൻ്റെ സീറ്റാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലായി
നിങ്ങളെ സീറ്റ് ഏകദേശം ബാത്റൂമിൻ്റെ അടുത്താണ്, 40 ഭാഗത്തേക്കാണ്. ഞാൻ ബാഗൊക്കെ ചെയിൻ ഇട്ടിരുന്നു. ബാഗൊക്കെ അയക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്തോളൂ, കിടക്കുന്ന സമയത്ത് നമുക്ക് മാറ്റാം, തൽക്കാലം നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടില്ല. അന്നേരമാണിത് ശരിക്കും നല്ല ഉയരത്തിൽ പൊന്തിട്ടുണ്ട് ട്രെയിൻ. ഈ S7 അവിടുന്ന് പൊട്ടിയതാണെന്ന് തോന്നുന്നു. ശരിക്കും നല്ല ഉയരത്തിൽ പൊന്തിട്ട് ഈ പൈപ്പിൻ്റെ മുകളിൽ ചെന്ന് വീയായിരുന്നു. അപ്പോൾ ഒരു ബോഗി, ബാക്കിയുള്ള ബോഗിയൊക്കെ വെള്ളത്തിലും S6 ഫുള്ള് ചെളിയിലുമായിട്ട് അങ്ങനെ കിടന്നു. ഒരു 3-4 സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ ശരിക്കും അങ്ങനെ നിന്ന സമയത്ത് ഞാൻ അങ്ങനെ തൂങ്ങി കിടക്കുക. അപ്പോൾ ഈ സൈഡിലെ ഭാഗം മുകളിലായിട്ടാണ് നിൽക്കുന്നത്, ബാക്കി അങ്ങോട്ട് താഴ്ന്ന് കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സീറ്റ് മാറി ഇരുന്നു. അദ്ദേഹം കൈ തരുന്നുണ്ട് എനിക്ക്, എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവരെ സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്, അവരെ കൈ തരുന്നുണ്ട്. പക്ഷേ എനിക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം ആഴം കൂടുതലാണ്. അപ്പോൾ ചെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെളിയിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള ഒരു ലോക്കൽ ആൾ എന്നെ പിടിച്ചിട്ട് ആയുള്ള സ്ഥലമാണ്, ഇവിടെ മാറിയിരിക്കുന്നു പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരൊക്കെ മരണപ്പെട്ടു. ഞാൻ തൂങ്ങി കിടക്കുക വണ്ടിയിൽ. അപ്പോൾ വണ്ടിൻ്റെ ബോഗിൻ്റെ മുകളിൽ കൂടി ആളുകൾ ഇങ്ങനെ ഈ ചെളിയിൽ വീണ ഭാഗത്തേക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓടുക. അപ്പം ഞാൻ കൈ ഇട്ടിട്ട് കമ്പി പൊട്ടിച്ച് തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കമ്പി പൊട്ടിച്ച് അപ്പോഴേക്ക് കുറേ ആളുകളൊക്കെ ഓടിയെത്തി. പിന്നെ ഈ ബോഗിയിലുള്ള ഒരുവിധം എല്ലാവരും പുറത്തേക്ക് ഞാനാണ് ഇട്ട് പൊന്തിച്ച് വെച്ചത്. അവരുടെ സാധനങ്ങളും കുറേ ആളുകളെ തലയൊക്കെ പൊട്ടി നാശമായിട്ടുണ്ട്. ബ്ലഡിൽ കുളിച്ച് കിടക്കുക എല്ലാവരും. അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് ഞങ്ങൾ പുറത്ത് ചാടി. അവിടെ നിന്നും പിന്നെ നടന്നിട്ട് ഒരു പറമ്പിൽ കൂടെ നടന്നിട്ട് TMH ഹോസ്പിറ്റൽ അവിടേക്കായിരുന്നു ആദ്യം പോയത്. അപ്പോൾ ഈ കമ്പിയൊക്കെ കയറിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ, ജോമോൾ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും അവരെ യാത്രയ്ക്ക് ഞാൻ കണ്ട. അപ്പോൾ അവരെ ഞങ്ങളെ കൂടെ കൂട്ടി. അങ്ങനെ TMH ഹോസ്പിറ്റലും കമ്പി കയറിയതാണ്. 2 കഴുത്തിൻ്റെ പിടി, നെറ്റിൻ്റെ പിടി, കഴുത്തിൻ്റെ പിടി. തൽക്കാലം ഒരു പഞ്ഞി വെച്ചിട്ട് കോളേജിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ കൂടെ ഉള്ളവൻ്റെ കാലിൻ്റെ എല്ലും പൊട്ടി, കൈയിൻ്റെ എല്ലും പൊട്ടിയിട്ടുണ്ട്. എനിക്ക് എവിടെയോ അടി കൂടിയിട്ട് ഈ ഭാഗം ഒന്നായിട്ട് കറുപ്പ് കളറായിപ്പോയി. അങ്ങനെ ഒരു ആഴ്ച നാഷണൽ ഹോസ്പിറ്റലിൽ അവന് കുറച്ച് കൂടുതൽ കിടന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് താഴോട്ട് ലിഫ്റ്റിലൊക്കെ പോകുന്ന പോലെ പെട്ടെന്ന് ഡൗൺ ചെയ്ത് പെട്ടെന്ന് പിന്നെ ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിലൂടെ എല്ലാ ഈ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാർട്സും താറുമാറായിട്ട് പൊടിഞ്ഞ് നമ്മളൊരു മിക്സിയിൽ എന്തെങ്കിലും ഇട്ടടിച്ചാൽ പോലെയുള്ള എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനൊക്കെ കാണുന്ന ഞാനൊരു കമ്പിയുടെ ഇത് ബർത്തിലേക്ക് കയറുന്ന കമ്പിയുടെ മേലെ ഒരു വളഞ്ഞ ആകൃതിയിൽ പുള്ളി കുടുങ്ങിക്കിടക്കുക. ആദ്യം പുള്ളിക്ക് ബോധം ഉണ്ടായിരുന്നോന്ന് സംശയം എനിക്ക്. പിന്നെ ഞാൻ പിടിച്ച് വലിച്ചപ്പോഴാണ് പുള്ളി താഴോട്ട് വീഴുന്നത് ആ കമ്പിയുടെ മേലിൽ. അപ്പോൾ ഇതൊന്നും കാണുന്നില്ല, നമുക്ക് ഏതാ ട്രെയിനിൻ്റെ മേലെ അതാണ് താഴായതാണ് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ബർത്തൊക്കെ തമർന്ന് കിടക്കുക. എങ്ങനെയോ അതിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളത് 2 സൈഡും ബ്ലോക്കായി പോയിട്ടുണ്ട്. അപ്പം ഈ ട്രെയിനിൻ്റെ സൈഡിലുള്ള വിൻഡോ മേലോട്ടാണ്. അപ്പം ഞാൻ സീറ്റിൻ്റെ സൈഡിൽ ചവിട്ടി മേലോട്ട് കയറി കൈയിട്ടപ്പോൾ ഉണ്ട് തൊട്ടടുത്ത് ഈ ബ്രിഡ്ജിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ സ്റ്റാഫ്സ് ഉണ്ട് ഓടി വരുന്നു, ടൂൾസും എല്ലാം ഇതുമായിട്ട് ഹാമറായിട്ട്. ഒരാൾ ഓടി ബോഗിയുടെ മേലെ കൂടെ മുന്നിലോട്ട് ഓടുകയാണ്. നമ്മളത് ചളിയിലാണ് കിടക്കുന്നത്. ഇത് മറ്റ് ബോഗിയൊക്കെ വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ കൈ പറഞ്ഞു, എങ്ങനെ ഇതൊന്നും അടിച്ചു പൊട്ടിക്കുന്നു. പുള്ളിയുടെ കയ്യിൽ ഹാമറുണ്ട്. പുള്ളി 2-3 അടി അടിച്ചിട്ടുള്ളൂ. വലിയ ഹാമറാണ്, നല്ല വെയിറ്റുള്ള ഹാമർ. അടിച്ചിട്ട് സൈഡിലെ വിൻഡോയുടെ കമ്പി പൊട്ടിച്ചു. എന്നിട്ട് പുള്ളി തന്നെ നല്ല ബലത്തിൽ പിടിച്ച് വലിച്ച് അത് വളച്ച് എന്നെ ആദ്യം വലിച്ച് മേലോട്ട് കയറ്റി. ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അഫ്സൽ എന്ന് പറഞ്ഞ പുള്ളിയെ ഞാൻ വലിച്ചു കയറ്റി. പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല, അഫ്സൽ, അവരെയും വലിച്ചു കയറ്റി. അന്നപ്പോഴേക്കും എൻ്റെ മുഖം എല്ലാം കംപ്ലീറ്റ് ബ്ലഡ് ആയിരുന്നു. എൻ്റെ കയ്യോ സ്വെല്ല് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഇനി നിന്നാൽ പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ബോഗിയുടെ മേലിൽ നിന്ന് താഴെ ഇറങ്ങി ആ ലെഫ്റ്റ് സൈഡ്, അതായത് കിഴക്ക് സൈഡിലേക്ക് ഓടുക. അപ്പോൾ ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അപ്പോൾ ഒരു ബൈക്കാരൻ അന്നൊരു കൈനറ്റിക് ആണെന്ന് തോന്നുന്നു,
ഒരു പുള്ളി ഓടി വന്നിട്ട് ചോദിച്ചു എന്താ പറ്റിയത്. ഞാൻ പറഞ്ഞു ട്രെയിനിൽ ആക്സിഡൻ്റ് ആയതാണ്, കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് എന്തോ ചെറിയ ലഗേജ് എനിക്കുള്ളൂ, അപ്പോൾ അതും ഞാൻ വലിച്ചു കയറ്റി അതിൽ കയറി നേരെ കടലുണ്ടി KMH ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ അവിടേക്കാണ് പുള്ളി എന്നെ എത്തിച്ച്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും പരിക്കേറ്റ കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടുന്ന് എല്ലാവരെയും അവർ വണ്ടി വേറെ വലിയ ജീപ്പ് ഇതിലൊക്കെ എടുത്തിട്ട് മെഡിക്കൽ കോളേജ്, ബേബി മെമ്മോറിയൽ അങ്ങനത്തെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിലേതൊരു ജീപ്പിൽ എന്നെയും കയറ്റി ഞാനും നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഇതറിയുന്നത്, ഇവിടെ പൊട്ടുണ്ട്, നല്ല അത്യാവശ്യം വലിയ ഒരു മുറിവാണ്. പിന്നെ കൈയുടെ എല്ല് പൊട്ടിപ്പോയി. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവിടെ കിടത്തി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അബദ്ധം കൊണ്ട് എനിക്കും അവനും ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാണ്. കാരണം അവനത് അന്ന് അവൻ്റെ ഏജ് കണ്ടിട്ട് ആ സീറ്റിൽ ഇരുന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ 5ഉം 6ഉം നമ്പേഴ്സ് സീറ്റിലാണ് ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ബോഗി വന്ന് ഇതിനോട് അടിച്ചിട്ട് ക്രഷായിട്ട് ആ സൈഡിലുള്ളവരൊക്കെ ഒരുവിധം ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോഴും ഞാനും അവനും പറഞ്ഞ് ചിരിക്കും, ഇങ്ങനെയാണ് നിൻ്റെ അബദ്ധം കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാനായി എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറഞ്ഞ് കളിയാക്കും. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമനാട്ടുകരയിലുണ്ടായിരുന്നു. ആ കല്യാണ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. കടലുണ്ടിയിൽ ആയിരക്കണക്കിന് ആളുകൾ ട്രെയിൻ വെള്ളത്തിലേക്ക് മുങ്ങി ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് ഓടിയെത്തിയ സമയത്ത് അവിടെ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു. കൂട്ടക്കരച്ചിൽ മാത്രമല്ല, ആ ഫിറോസ് നഗർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ എത്തിപ്പെടാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ചെറിയ 4 ഫുട്ടും 5 ഫുട്ടൊക്കെ ആയിട്ടുള്ള ചെറിയ ഇടവഴിയായിരുന്നു. സെക്കൻഡ് കൊണ്ട് തന്നെ JCB ഉൾപ്പെടെയുള്ള വലിയ അത്യാധുനിക രീതിയിലുള്ള സംവിധാനത്തോട് കൂടിയിട്ട് റോഡായി. ഉടൻ തന്നെ നമ്മളെ ഡ്രസ്സുകളൊക്കെ അഴിച്ച് അവിടെ വെച്ച്, എവിടെയൊന്നും അറിയില്ല, ഉടനെ എടുത്ത് ചാടി അവിടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നിടത്തുനിന്ന് ജാക്കി, സ്പാൻ, അതുപോലെ ഹാമർ, അതുപോലെ ലിവർ, കമ്പിപ്പാര എല്ലാം ഉപയോഗിച്ച് ഞാൻ ഉൾപ്പെടെ ഒരുപാട് സന്നദ്ധ സംഘടനയുടെ ആളുകൾ മുഴുവനും ഈ ബോഗിൻ്റെ കമ്പി വളച്ച് അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോഴേക്ക് മൂക്കുന്നും വായന്നും കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് യാദർശികമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ എല്ലാവരെയും പരമാവധി ആളുകളെ എടുത്ത് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കോരിച്ചെരിയണ മഴ, വലിയ മഴ, നല്ല തണുപ്പുള്ള സമയം. പക്ഷേ അതോടൊപ്പം ഈ പുറത്തുള്ള ആളുകളെ മുഴുവനും, ഈ ഇതിൻ്റെ ഉൾക്കൊണ്ടുള്ള ആളുകളെ മുഴുവനും ഒരുപാട് ആളുകൾ രക്ഷിക്കാനുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ബോഗിൻ്റെ ഉള്ളിലുണ്ട്. ബോഗിൻ്റെ ഉള്ളിൽ ഒരു ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തെ ഡോറിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് ചളിയും കലക്ക് വെള്ളം നിറഞ്ഞ വലിയൊരു പ്രയാസമുള്ള സമയമാണ്. ആ ബോഗിൻ്റെ ഉള്ളോട്ട് പോയിട്ട് ഒരുപാട് ആളുകളെ 10-26ഓളം ആളുകളെ ഞാനുൾപ്പെടെയല്ല, ഞാൻ എൻ്റെ സഹായിക്കുന്ന എൻ്റെ കൂടെയുള്ള ഒരു ആളുമ്പാടെ കൂടെ, ആളറിയില്ല എവിടെയുള്ളതാണ് എന്താണെന്നുള്ള അറിയില്ല, ഞങ്ങൾ ഉള്ളോട്ട് പോയിട്ട് ഉള്ളിൽ നിന്നാണ് 10-28ഓളം ആളുകളെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിലൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ട് ഈ വയറിന് അടിച്ച് ഇങ്ങനെ പാട്ട് പാടുന്ന ഏതാണ്ട് ഒരു 10 വയസ്സിൻ്റെ ചോടയുള്ള ചെറിയൊരു കുട്ടി, നാടോടി കുട്ടിയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കുട്ടി വയറിനടിച്ച് ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികമായി മറ്റുള്ള ആളുകളോട് ആക്കുന്ന ആ കുട്ടിയാണ് അവസാനം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതൊരു വലിയ സങ്കടമായിരുന്നു. ആ കുട്ടിയെ പോയി അതോടുകൂടി തന്നെ ഏതാണ്ട് പൂർണ്ണമായി അതിനുള്ളിൽ ആളില്ല എന്നുള്ളത് മനസ്സിലാക്കിയോളൂ. ആ കുട്ടിയെ നേരെ എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ എത്തുള്ളൂ. മെഡിക്കൽ കോളേജിൽ 2 ദിവസം വരെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൽ ഒരാളെ അരയിൽ നിറയെ പൈസ ആയിരുന്നു, ഒരു ചെറിയ സഞ്ചി പോലത്തെ സാധനത്തിൽ കെട്ടിയിട്ട് അയാൾ എന്തിനാ പോവുക. പക്ഷെ അയാൾ അത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അയാൾ മരണപ്പെട്ടിട്ടില്ല, എന്തായാലും ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൈ അറ്റിട്ടുള്ള ആളുകളുണ്ടായിനി, 1-2 ആളുകളെ ആ കയ്യിൽ ഒരു ചെറിയ കൊട പിടിച്ചുകൊണ്ടാണ് ഈ മുട്ടിൻ്റെ കീപ്പോട്ട് അറ്റുപോയിട്ടുള്ളത്. അത് എങ്ങനെയാണ് അറ്റത്? രക്ഷപ്പെടുത്തുന്ന സമയത്ത് കട്ടർ തട്ടിയതാണോ അല്ലെങ്കിൽ ഈ ബോഗി മറിഞ്ഞതിൻ്റെ ഉള്ളിൽ കുടിക്കുന്നതാണോ എന്തോ അറിയില്ല. അതോടുകൂടി അങ്ങനെ തന്നെയാണ് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ജീവകാരുണ്യ പ്രവർത്തകർ, അവിടുത്തെ മുസ്ലിം പള്ളി, അവിടുത്തെ മറ്റു ഓടിക്കൂടിയ എല്ലാ വിഭാഗം ആളുകളും പള്ളിയിൽ നിന്ന് നേരെ വിളിച്ച് പറയാണ്. അതായത് വിളിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ട്രെയിനിൽ കരകയിലേക്ക് വരുന്ന ആളുകൾക്ക് സ്ത്രീകളാണ്
സ്ത്രീകളാണെങ്കിലും കുട്ടികളാണോ ഡ്രസ്സില്ലാത്ത ആളുകളുണ്ട്, സാരി അഴിഞ്ഞു പോയ ആളുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് മുഴുവനും പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള മുഴുവൻ വീട്ടിൽ നിന്നും അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ഇങ്ങനെ വരികയാണ്. അവർക്ക് പിന്നെ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നിടത്തുനിന്ന് അവിടുത്തെ അവരെ ആമറും ജാക്കിയും സ്പാനും ഒക്കെ ഈ ആളുകൾക്ക് തരും. ആരെ കയ്യിലാണ് കൊടുക്കുന്നത്, എവിടേക്കാണ് കൊടുക്കുക, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർ മുഴുവനും പൂർണ്ണമായിട്ട് വിട്ടു കൊടുത്തുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള പിന്തുണ നല്ല പ്രയത്നത്തോട് കൂടിയിട്ടാണ് അവിടെ എന്നാലും മരണം കുറയാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. 2021 ജൂൺ 22 വെള്ളിയാഴ്ച, ഒരു കറുത്ത വെള്ളിയാഴ്ച എന്ന രീതിയിൽ ലോകം അറിയപ്പെട്ട ദാരുണമായ ഒരു അപകടത്തിൻ്റെ ഓർമ്മകളാണ് ഈ സമയത്ത് കടന്നു വരുന്നത്. ഞാനൊരു ചുമട്ടുതൊഴിലാളി എന്നുള്ളതിലേക്ക് കടലുണ്ടി ലെവൽ കോഴ്സിൻ്റെ തൊട്ടടുത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ അപകടം നടന്നത്. ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ നല്ല ചാറ്റൽ മഴയിൽ ആണ് നമ്മൾ ഓടിയെത്തുന്നത്. സത്യത്തിൽ കാലിൽ ചെരുപ്പ് ഒരു അവായി ചെരുപ്പായതുകൊണ്ട് തന്നെ അത് വഴുക്കി പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവസാനം അത് വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഓടിയത്. ആ ഓടി ചെല്ലുമ്പോൾ ബാക്കിലെ 2-3 കമ്പാർട്ട്മെൻറ്റ് റെയിലിൻ്റെ മേലെ, പാളത്തിൻ്റെ മേലെ നിൽക്കുകയും ഒരു കമ്പാർട്ട്മെൻറ്റ് ചരിഞ്ഞ് നിൽക്കുകയും ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റൊക്കെ പുഴയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആർപ്പ് വിളികൾ, തോണികൾ അവിടെ നിന്ന് ഇവിടുന്ന് ഓടി വരുന്നു, അതുപോലെ തന്നെ ജനങ്ങൾ ഓടി വരുന്നു. 4 ഭാഗത്തുനിന്നും ജനങ്ങളുടെ ആർപ്പ് വിളി, കരയിൽ നിന്ന് ആർപ്പ് വിളി വരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ചരിഞ്ഞ കമ്പാർട്ട്മെൻറ്റിലൂടെ ഓടിയിറങ്ങി താഴത്തെ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. വേലിയിറക്കമുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മുടെ കടലുണ്ടി പുഴയ്ക്ക്. ആ വേലിയേറ്റം വരുന്ന സമയം ഇരുടാവാനായി, ഇരുട് മങ്ങി വരുമ്പോഴേക്കാണ് നമ്മളെ കമ്പാർട്ട്മെൻറ്റിലുള്ള മാക്സിമം ആളുകളെ നമ്മൾ പുറത്തെത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മളേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഒരു അപശബ്ദം പോലെ ഒരു വിളി കേട്ടത്. കാപ്പാത്തുങ്കേ കാപ്പാത്തുങ്കേ, കാപ്പാത്തുങ്കേ കാപ്പാത്തുങ്കേ എന്ന് കേട്ടപ്പോൾ നമ്മൾ വീണ്ടും കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിച്ചെന്ന് നമ്മളെ കമ്പാർട്ട്മെൻറ്റ് എവിടെയും നോക്കുമ്പോൾ നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ കാണാനില്ല. അവസാനം ചതുങ്ങി കിടക്കുന്ന ഒരു ബാത്റൂമിൻ്റെ അകത്തുനിന്നാണ് ഈ ശബ്ദം കേട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഓടിച്ചെന്ന് ആ കമ്പാർട്ട്മെൻറ്റ്, ആ ബാത്റൂമിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു ഡോറ് ഞങ്ങൾ ചവിട്ടി കുത്തി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളോട്ട് നോക്കിയപ്പോൾ ഒരു കൈ, വിരലില്ലാത്ത ഒരു കൈയാണ് പുറത്തേക്ക് വന്നത്. ആ കൈ പിടിച്ചപ്പോൾ വഴുക്കി പോകുന്നൊരവസ്ഥയായിരുന്നു സത്യത്തിൽ. വീണ്ടും ആ ഡോറ് നമ്മളെല്ലാവരും ചവിട്ടി ഉള്ളോട്ട് മറച്ച് ആ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തപ്പോൾ ആ വേഷവിധാനം കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരിയാണ് എന്ന് സംശയിക്കുകയും ആ സ്ത്രീയെ നമ്മളെടുത്ത് അവസാനമായിട്ട് തോണിയിലേക്ക് എടുത്ത് കിടത്തി. ആ തോണി കുത്തിപ്പോകുമ്പോൾ ഒരുപാട് ദൂരം വരെ കോടി പുണ്യം കിടക്കുങ്ക, ഉങ്ങൾക്ക് കോടി പുണ്യം കിടക്കുങ്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആ കണ്ണത്താ ദൂരം വരെ ആ ശബ്ദം നമ്മൾ കേട്ടു എന്നതാണ് നമ്മളെ ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. കമ്പാർട്ട്മെൻറ്റിൽ കുടുങ്ങിയിരിക്കുന്ന ഒരുപാട് കാല് കുടുങ്ങിയിട്ട് ആളുകളെ, അതുപോലെ തന്നെ 2 മറ്റേ ചെയർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ പിടിച്ചു വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴുകിപ്പോയ ആളുകളുണ്ട്. കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീണിട്ട്, ഈ സീറ്റിൽ നിന്ന് വീണിട്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒഴുങ്ങിയിട്ടൊരു സൈഡിലേക്ക് കൂടിപ്പോയി ചേർന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് വലിച്ച് കാല് പൊട്ടിയതും കൈ പൊട്ടിയതായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ നമ്മൾ തോണിയിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കരുത്. പിന്നെ തോണിക്കാരാണ് ഇവിടെ നിന്ന് അത്തരം ആളുകളെ ആംബുലൻസിൽ എത്തിച്ചിട്ടുള്ളത്. ആംബുലൻസ് കടലുണ്ടി അപ്പുറത്ത് അതിലൂടെ പോയിട്ടാണ്, ആനങ്ങാടി വഴി പോയിട്ടാണ് അത് കോട്ടക്കടവിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴും ആ പാലെത്തുമ്പോൾ ഞാൻ എങ്ങനെ ആലോചിക്കും, ഞങ്ങൾ വീണതും, അതായത് ആ ലാൻഡ് ചെയ്യുന്നതാണ് ശരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ആ പെട്ടെന്ന് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് ഒരു ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ പെട്ടെന്നൊരു താഴ്ചയിൽ അങ്ങോട്ട് പോയിട്ട് ആ വെള്ളം കഴിഞ്ഞു കരയിലേക്ക് കയറുന്ന അവിടെ ആണ് ഈ S7 എന്ന് പറഞ്ഞ ബോഗി വീഴുന്നത്. അല്ലെ കുറച്ചൊന്ന് ഒരു പൊടിക്ക് ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ അത് വെള്ളത്തിലോ ചളിയിലോ ആയിരുന്നു. അപ്പോഴും നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ട്രെയിൻ പാലം കഴിഞ്ഞ് അതിൻ്റെ അറ്റത്തെ മറ്റേ സൈഡിലുള്ള കരയിലേക്കാണ് ബോഗി വന്ന് വീഴുന്നത്. മാനസികമായിട്ടുള്ള വർഷം കൊണ്ട് 18 ആൾ മരിച്ചു പോയതല്ലേ. ഇപ്പോൾ മാനസിക വർഷം കൊണ്ട് 2 മാസം ഞാൻ ലീവ് എടുത്തു. മാക്സിമം എനിക്ക് 38 കൊല്ലത്തോളം സർവീസായി. ഇപ്പം ഞാനിതറിയോ VR കൊടുത്താലോ എന്ന് ആലോചിച്ച് ഞാൻ VR കൊടുത്തു. VR കൊടുത്തിട്ട്
അവർ അക്സെപ്റ്റ് ചെയ്തില്ല, ഞങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 കൊല്ലം രാജധാനി എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം വരിക, തിരിച്ചങ്ങോട്ട് വരിക, ആഴ്ചയ്ക്ക് 2 ട്രെയിൻ മാറി അത് വർക്ക് ചെയ്തു. പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ട്രെയിൻ മംഗലാപുരത്തേക്ക് പോയത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തറിയോ, കണ്ണൂർ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ പാലത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആക്സിഡൻ്റായ പാലുണ്ടായിരുന്നു, അതിൻ്റെ അവിടെ വന്നത് ഞാൻ നിർത്തി. ഞാൻ താഴത്തിറങ്ങി 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അവർ ആത്മാവിന് ശാന്തി നിർത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് പോയത്.